ട്രംപിന്റെ അധികാരക്കൊതിയുടെ കൈകൾ ഇനി നീളുന്നത് ഗ്രീൻലാൻഡിലേക്കോ? എങ്കിൽ എന്തിന്? വെനസ്വേലയിൽ സൈനികാക്രമണം നടത്തുകയും പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ തടവിലാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ട്രംപ് ഗ്രീൻലാൻഡ് എന്നുരുടാൻ തുടങ്ങിയത്. ഗുരുതരമായ ലഹരി കുറ്റങ്ങൾ ചുമത്തിയാണ് നിക്കോളാസ് മഡൂറോയെ US തടവിലാക്കിയത്. US-ലേക്ക് വലിയ തോതിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത് വെനസ്വേലയിൽ നിന്നാണെന്നായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ US നടപടിക്ക് പിന്നിൽ വെനസ്വേലയിൽ സുലഭമായുള്ള എണ്ണപ്പാടങ്ങളാണെന്ന നിരീക്ഷണം നേരത്തെ തന്നെ വന്നതാണ്. അത് തെളിയിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ US-ന് എണ്ണ നൽകാൻ വെനസ്വേലയുടെ ഇടക്കാല സർക്കാർ സമ്മതിച്ചുവെന്ന ട്രംപിന്റെ വാദം. വിപണി വിലയ്ക്ക് 50 ദശലക്ഷം ബാരൽ വരെ എണ്ണ നൽകുമെന്ന് വെനസ്വേല അറിയിച്ചെന്നാണ് ട്രംപിന്റെ വാദം. ഉയർന്ന നിലവാരമുള്ള എണ്ണ വിപണി വിലയ്ക്ക് US-ന് നൽകുമെന്നും അതിലൂടെ ലഭിക്കുന്ന പണം അമേരിക്ക നിയന്ത്രിക്കുമെന്നും ട്രംപ് പറയുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ കൊളംബിയയും ക്യൂബയും ബ്രസീലും US-ന്റെ പട്ടികയിൽ ഇതിനകമുണ്ട്. ഇതിനിടെയാണ് ഗ്രീൻലാൻഡിനെതിരെ നിരന്തരമായി ട്രംപ് ഭീഷണികൾ മുഴക്കുന്നത്. ഡെൻമാർക്കിന്റെ കീഴിലുള്ള യൂറോപ്യൻ സംസ്കാരം ജീവിതത്തിന്റെ ഭാഗമായ ഗ്രീൻലാൻഡ് സുരക്ഷാ കാരണങ്ങളാൽ US-ന്റെ ഭാഗമാക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. വെനസ്വേലയ്ക്ക് ശേഷം US ലക്ഷ്യമിടുന്നത് ഗ്രീൻലാൻഡ് ആണെന്ന് വ്യക്തമായും പരസ്യമായും ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. By the way, I will say this about Greenland. We need Greenland from a national security situation. It's so strategic. Right now, Greenland is covered with Russian and Chinese ships all over the place. ലോകത്തെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. 56,000-ഓളം പേർ മാത്രം അധിവസിക്കുന്ന ഡാനിഷ് പൗരന്മാരായ ജനതയ്ക്ക് മേൽ US-ന് എന്താണ് കാര്യം? ആദ്യമായാണോ ദ്വീപിന് മേൽ US ആധിപത്യം നേടാൻ ശ്രമിക്കുന്നത്? ഉത്തരം അല്ലെന്നാണ്. അതിന് കാരണം ഇതാണ്. നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് ആവശ്യമാണ്. ലക്ഷ്യം ധാതുക്കളല്ല. ഗ്രീൻലാൻഡിൽ മുഴുവൻ റഷ്യൻ ചൈനീസ് കപ്പലുകളാൽ മൂടപ്പെട്ടിരിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഗ്രീൻലാൻഡിനെ US-ന്റെ ഭാഗമാക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. വെനസ്വേലയിൽ ലക്ഷ്യം എണ്ണയായിരുന്നെങ്കിൽ ഗ്രീൻലാൻഡിനെ പിടിച്ചടക്കാനുള്ള ലക്ഷ്യങ്ങളിൽ ഒന്ന് ധാതുശേഖരം തന്നെയാണ്. അപൂർവ ഭൗമധാതുക്കളുടെയും യുറേനിയം, ഇരുമ്പ് എന്നിവയുൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളുടെയും കലവറയാണ് ഗ്രീൻലാൻഡ്. ആഗോളതാപനം കാരണം ഗ്രീൻലാൻഡിലെ കൂറ്റൻ മഞ്ഞുപാളികൾ ഉരുകുന്നതിനാൽ ഈ വിഭവങ്ങൾ എളുപ്പത്തിൽ ലഭിക്കുമെന്നാണ് US-ന്റെ കണക്കുകൂട്ടൽ. ഇതുവരെ തൊടാത്ത വലിയ ധാതു നിക്ഷേപമാണ് ഗ്രീൻലാൻഡിലുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ദശാബ്ദങ്ങളോളം ഉപയോഗിക്കാനുള്ള ധാതുക്കൾ നിലവിൽ ഗ്രീൻലാൻഡിലുണ്ട്. എന്നാൽ ഉപയോഗിക്കുന്നത് 2 ഖനികൾ മാത്രമാണ്. മൊബൈൽ ഫോൺ ബാറ്ററികൾ മുതൽ ഇലക്ട്രിക് മോട്ടോറുകൾ വരെ നിർമ്മിക്കുന്നതിനാവശ്യമായ അപൂർവ ഭൗമധാതുക്കളുടെ 8ാമത്തെ വലിയ കലവറയാണ് ഗ്രീൻലാൻഡ്. ലിഥിയം, കൊബാൾട്ട് തുടങ്ങിയ ലോഹങ്ങളും ഇവിടെയുണ്ട്. ഗ്രീൻലാൻഡിലുടനീളം ഖനനത്തിനായി 100 ബ്ലോക്കുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അതിൽ കൂടുതലും ബ്രിട്ടീഷ്, കനേഡിയൻ, ഓസ്ട്രേലിയൻ സ്ഥാപനങ്ങളാണ് ലൈസൻസ് ഉള്ള ഏറ്റവും വലിയ ഖനനം നടത്തുന്നത്. അമേരിക്കയ്ക്ക് ഒറ്റ ഖനന കേന്ദ്രം മാത്രമാണുള്ളത്. US പ്രസിഡന്റായി ആദ്യമായി ചുമതലയേറ്റെടുത്ത കാലത്തും ഗ്രീൻലാൻഡ് വാങ്ങാൻ ട്രംപ് വാഗ്ദാനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ദ്വീപ് വിൽപ്പനയ്ക്കുള്ളതല്ലെന്ന് രാജ്യമെന്ന് മറുപടി നൽകി. അന്ന് നടക്കാത്ത മോഹം വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ നടത്താനുള്ള ശ്രമത്തിലാണ് ട്രംപ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൈന്യത്തെ ഉപയോഗിച്ചും കീഴടക്കാനുള്ള സാധ്യതയെ തള്ളിക്കളയാനാകില്ല. മാർച്ചിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഗ്രീൻലാൻഡിലേക്ക് നടത്തിയ യാത്രയും അവിടെ ചെന്ന് നടത്തിയ പ്രസംഗവും വിവാദമായിരുന്നു. ഗ്രീൻലാൻഡിന്റെ അതിർത്തി സംരക്ഷിക്കുന്നതിൽ ഡെൻമാർക്ക് പരാജയപ്പെട്ടുവെന്നായിരുന്നു വാൻസ് അന്ന് നടത്തിയ പരാമർശം. 2025-ന്റെ അവസാനത്തിൽ ഗ്രീൻലാൻഡിൽ ട്രംപ് ഒരു പ്രത്യേക ദൂതനെ നിയമിക്കുകയുണ്ടായി. അന്ന് നിയമിതനായ ജെഫ് ലാൻഡ്രി പരസ്യമായി തന്നെ ഗ്രീൻലാൻഡിനെ US-ന്റെ ഭാഗമാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതായത് ഗ്രീൻലാൻഡിനെ US-ന്റെ ഭാഗമാക്കുക എന്നത് നേരത്തെ തന്നെ US കൈക്കൊണ്ട അജണ്ടയാണെന്ന് സാരം. കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയ പ്രതികരണങ്ങളിൽ ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നീൽസൺ മറുപടി നൽകിയിരുന്നു. US കീഴടക്കുമെന്ന ട്രംപിന്റെ ആഹ്വാനം വ്യാമോഹം മാത്രമായിരിക്കുമെന്നാണ് നീൽസൺ പറഞ്ഞത്. നേരത്തെയും നീൽസൺ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഗ്രീൻലാൻഡ് കയ്യേറാനായി എന്തെങ്കിലും ശ്രമം നടത്തിയാൽ അത് നാറ്റോയുടെ അവസാനത്തിലാകും എത്തിക്കുകയെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. വർഷങ്ങളായി ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന് കീഴിലാണ്. ദ്വീപിനെ അമേരിക്കയുടെ ഭാഗമാക്കാൻ ട്രംപിന് മുന്നേയുള്ള ഭരണകൂടങ്ങൾ ശ്രമങ്ങൾ നടത്തിയതും അവയെല്ലാം പരാജയപ്പെട്ടതുമാണ്.
20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ ദ്വീപ് ഡെൻമാർക്കിന്റെ കോളനിയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്ത് നാസി ജർമ്മനി ഡെൻമാർക്ക് കയ്യേറിയപ്പോൾ US ഗ്രീൻലാൻഡിനെ കീഴടക്കി. ദ്വീപിൽ സൈനിക റേഡിയോ സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോഴും മുൻപ് തൂല എയർബേസായി അറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ പിറ്റുഫിക് സ്പേസ് ബേസ് അന്നു മുതൽ US-ന് കീഴിൽ തന്നെയാണ്. 1951-ൽ ഡെൻമാർക്കുമായി ഒപ്പുവെച്ച പ്രതിരോധ കരാർ പ്രകാരം US-ന് പ്രതിരോധ അതിർത്തിയിലും സൈനിക താവളങ്ങൾ നിർമ്മിക്കാനും അത് നടത്തിക്കൊണ്ടുപോകാനും ഒക്കെയുള്ള പ്രത്യേക അധികാരം നൽകുന്നുണ്ട്. എന്നാൽ 1953-ലാണ് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന് കീഴിൽ വരുന്നത്. 1979-ൽ ആഭ്യന്തര നിയമത്തിന് കീഴിൽ നൽകിയ ഒരു റഫറൻഡം പ്രകാരം ഗ്രീൻലാൻഡിൽ US-നൊപ്പം ഡെൻമാർക്കും സൈനിക താവളങ്ങൾ ആരംഭിച്ചു. എന്നാൽ രാജ്യം കീഴടക്കാൻ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾക്ക് വഴങ്ങില്ലെന്നാണ് ഡെൻമാർക്കും ഗ്രീൻലാൻഡും വ്യക്തമാക്കുന്നത്. ഡെൻമാർക്കിൽ നിന്നും ഗ്രീൻലാൻഡ് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതൊരിക്കലും അമേരിക്കയുടെ ഭാഗമാകുന്നതിനല്ല. ട്രംപിന് ഇവിടെ വന്നു പോകാം, പക്ഷെ ഗ്രീൻലാൻഡുകാർക്ക് മാത്രം സ്വന്തമെന്നാണ് തദ്ദേശീയർ പോലും പറയുന്നത്. എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തി US വെനസ്വേലയിൽ നടത്തിയ നടപടികളുടെ തുടർച്ചയാകുമോ ഗ്രീൻലാൻഡിലും സംഭവിക്കുകയെന്നത് കണ്ടറിയണം.